കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സ്നാനം ഏക്കണമെന്ന് പറഞ്ഞ ഒരു പുരോഹിതൻ്റെ മകനോട് ഒരാൾ ഇങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞു. ഇവനൊന്നും പറഞ്ഞു ഞാൻ സ്നാനം ഏക്കത്തില്ല. ഒരു ദിവസം എന്തോ പറഞ്ഞപ്പം പറഞ്ഞു അതെ നീ സ്നാനം ഏക്കല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിക്ക് വലിയ ഷോക്കായി പോയി. അതെന്നെ അങ്ങനെ പറഞ്ഞു? അത് നിനക്കുള്ളതല്ല, അത് വിശ്വസിക്കുന്നവർക്കുള്ളൂ. നീ വിശ്വസിക്കുന്നില്ല, പിന്നെ നീ എന്തിനാണ് സ്നാനം വെക്കുന്നത്? അപ്പം ഇത് ഈ മർമ്മം വലുതാണ്. ആരെയും നമ്മുടെ ദീർഘതയിൽ കർത്താവ് പറഞ്ഞു എല്ലാവരോടും പോയി പറഞ്ഞാൽ മതി. അതെ, എല്ലാവരും പോയി പറയുക, വിശ്വസിക്കുകയും സ്നാനം വയ്ക്കുകയും ചെയ്യുന്നവൻ അത് രക്ഷ സാറിന് വേണമെങ്കിൽ സ്നാനം എടുക്കാം, നിനക്ക് വേണമെങ്കിൽ നിനക്ക് എടുക്കാം. ഇവിടെ ആരെയും നിർബന്ധിക്കില്ല. സ്നാനം പറഞ്ഞില്ല സ്നാനം വെക്കാൻ താല്പര്യമുള്ള കൈ പൊക്കിക്കുകയും അത് പിന്നെ വലിയ തെറ്റില്ല. ഈ സ്നാനം വെക്കാൻ മനസ്സിലാത്തൊരു കൈ പൊക്കിക്കുക എന്ന് പറയുമ്പോൾ പ്രശ്നമാണ്. മനസ്സുണ്ട്. കാരണം എന്താ വെച്ചാൽ ആരൊക്കെ അതിന് തയ്യാറാണ്. അവന് വേണ്ടി ഇനി പുതിയ ക്ലാസ് കൊടുക്കാൻ, അവനോട് വേണ്ടി വ്യക്തിപരമായിട്ട് സംശയം, അതിന് വേണ്ടി പറയുന്നത് ആരും താല്പര്യമുണ്ടോ? പക്ഷെ ആ ചോദിക്കുന്ന ചോദ്യത്തിന് പോലും ഒരു അതിൻ്റെ പുറകിൽ മറിഞ്ഞിരിക്കുന്ന ആറ്റിറ്റ്യൂഡുണ്ട്. അല്ല ഞാൻ ഇത്രയൊക്കെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്ന സ്നാനമേറ്റ് കർത്താവിൻ്റെ നിന്ന ചുമക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സുണ്ടോ? ആരെങ്കിലും ഉണ്ട്. അപ്പം കൺവെൻഷനൊക്കെ 100-500-1000 പേരായിരിക്കും. അപ്പം 2 പേര് കൈ ഉയർത്തി. ഓക്കെ, അപ്പം പിന്നെ ആ 2 പേരോട് നമുക്ക് വ്യക്തിപരമായിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചാൽ മതിയല്ലോ. അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞത് അധികട്ടെ. അപ്പോൾ അതായത് കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ട എന്നൊരു വചനമുണ്ട്. ഇന്നലെ പ്രശ്നം പറഞ്ഞപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നവർ മാത്രമേ സ്നാനത്തിലേക്ക് വരാവൂ.